Assalamualaikum. Welcome back to Selva's Kitchen. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എൻ്റെ ചാനലിലെ 50ാമത്തെ വീഡിയോ ആണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രഷർ കുക്കറും കുഴിയും ഓവനൊന്നും ഇല്ലാതെ സ്റ്റീമറിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചിക്കൻ മന്തി തയ്യാറാക്കാൻ പറ്റുക എന്നുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ മന്തിയിൽ ഞാൻ ഒരു കളറോ പ്രിസർവേറ്റീവ്സോ മാഗി ചിക്കൻ ക്യൂബ് അജിനോമോട്ടോ ഒരുപാട് ഓയിൽ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യം മന്തി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 15 ബോൾസ് കുരുമുളകിൻ്റെ ബോൾസ്, ഒരു 4 പീസ് ഏലക്കായ, ഒരു 3 പട്ടയുടെ പീസ്, ഒരു 7 ഗ്രാമ്പു എല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മന്തി മസാലയൊക്കെ പുറമേ നിന്ന് വാങ്ങിക്കല്ല, നമ്മളിവിടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മന്തി സ്പൈസ് എന്ന് പറഞ്ഞൊരു സ്പൈസ് ഉണ്ട്, അതിട്ട് കൊടുക്കുക. ഇതില്ലെങ്കിൽ ബ്ലാക്ക് ഏലക്കായോ അല്ലെങ്കിൽ ഒരു ജാതിക്കയുടെ പീസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മാരിനേഷൻ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു സ്കിർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തിയോണ്ട് ലൈൻസ് ഇട്ടാലും മതി. ഇതുപോലെ എല്ലാ വശത്തും ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ മാരിനേഷൻ നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി മാരിനേഷന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാല, 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് നാരങ്ങയുടെ നീര്, 1 ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മന്തി മസാലയുടെ മിക്സിയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചിക്കന് മാരിനേറ്റ് ചെയ്താൽ മതി. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ബൗളിലേക്ക് 3 ഗ്ലാസ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ബസുമതിയാണ്, അതുകൊണ്ട് തന്നെ 30 മിനിറ്റ് നേരം കുതിർക്കാൻ വെച്ചാൽ മതി. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുതിർക്കാൻ വെക്കുക ഒരു 30 മിനിറ്റ്. ഇനി സ്റ്റീമറിലേക്ക് 4.5 ഗ്ലാസ് സാധാ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിയുടെ അളവിനനുസരിച്ചാണ് വെള്ളം. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് സ്റ്റീമറിൻ്റെ പാത്രം കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ കൊണ്ട്. എന്നിട്ട് ഓരോ പീസ് ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് 30 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 30 മിനിറ്റിന് ശേഷം ഇതാ സ്റ്റീമർ തുറന്ന് നോക്കുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊക്കെ. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിവന്നൊക്കെ പീസസ് വേറിടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ താഴെ ഭാഗത്ത് കണ്ടില്ലേ നല്ല ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ബട്ടറോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ അതിൽ ജസ്റ്റ് ഒന്ന് ഓരോ സൈഡും ഒരു 3-4 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി നന്നായിട്ട് കുക്കായതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് 2 സൈഡ് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓവനും പ്രഷർ കുക്കറും കുഴിയൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിക്കന് മന്തിയിൽ റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇതിപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ അൺസാൾട്ടഡ് ആണ് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പിടി ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണേലും എടുക്കുക. ഗാർണിഷ് ചെയ്യാനാണ്. ഇനി ഇതിലൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് തയ്യാറാക്കുമ്പോൾ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ റൈസിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. നട്ട്സ് ഇനി ചേർത്തില്ലേലും കുഴപ്പമില്ല, നമുക്ക് ഗാർണിഷിങ്ങിനും ടേസ്റ്റുമാണ് ഇത് ചേർക്കുമ്പോൾ. ഇനി ഒരു പിടി കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുക. റൈസിൻസ് ലാസ്റ്റ് ചേർത്താൽ മതി. ആൽമണ്ട് അത്യാവശ്യം റോസ്റ്റ് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. ഇനി ഇതിന് ഈ ഫ്രൈ ചെയ്ത നട്ട്സൊക്കെ മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇതിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് സ്പൈസസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണില്ല. മന്തിയുടെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മന്തി മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് നമ്മൾ എപ്പോഴും ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അളന്നിട്ട് വേണം ഒഴിക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സ്റ്റോക്കിനും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അത്ര തന്നെ ഇത് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതാ നമ്മുടെ ബസുമതി അരി നന്നായിട്ട് ഇപ്പോൾ ഡ്രൈൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അരി. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വറ്റുന്നതിന് മുൻപായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ അടിഭാഗത്തൊക്കെ കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഈ ഒരു ടൈം നമ്മൾ ഇത് പാത്രം തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് മുകൾ വശത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് മാറ്റി വെക്കാം. ഹാഫ് പാർട്ടാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 80% കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ച് ടൈമിന് ശേഷം ഒരു 80% ശേഷം ഇനി ഇതിലേക്ക് ചാർക്കോൾ വെക്കണം. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. പെട്ടെന്ന് തന്നെ ഇത് കവർ ചെയ്യും വേണം അടുപ്പുകൊണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റിന് ശേഷം ഈ ചാർക്കോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മന്തി അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണിത്. നമുക്ക് പ്രഷർ കുക്കറും ഓവനും ഒന്നുമില്ലാതെ, കുഴിയൊന്നും വേണ്ട, നമുക്ക് സ്റ്റീമർ ഉപയോഗിച്ചിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് ഓയിൽ കൂട്ടിയിട്ടില്ല, മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടില്ല, അജിനോമോട്ടോ വല്ല കളറ് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റീമറിൽ ഉള്ളൊരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ
സ്റ്റീമർ ഉപയോഗിച്ച് ചിക്കൻ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ ചിക്കനും ഈ റൈസും കൂടി ഇതുപോലെ കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ മന്തിയുടെ തക്കാളി ചട്ടിയും കൂടി ഒക്കെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.